ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു വെള്ളക്കടല, അതല്ലെങ്കിൽ ചനക്കടല, രണ്ടുപേരിലും ഈ ഒരു കടല പറയും. ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതെന്ന് പറയുന്നത് ബാച്ചിലേഴ്സിനായാലും പിന്നെ ജോബിന് പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കുക്കിംഗ് പഠിച്ചു വരുന്ന ആൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് സവാള, തക്കാളി ഇതൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് കട്ടിങ്സ് പരിപാടികളുമില്ല. ഇനി ഇതിനായി 1/2 കപ്പ് അളവിൽ വെള്ളക്കടല എടുത്തിട്ടുണ്ട്. കടല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പെപ്പർ പൗഡറിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ ഇത് വേവാൻ ആവശ്യത്തിനായി 1 ഗ്ലാസ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് പ്രഷർ കുക്കർ അടച്ചതിന് ശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച കടല ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത് കറക്റ്റ് വേവായി കിട്ടുന്നതാണ്. അതിനുശേഷം ഇതുപോലെ കുക്കറിലെ എല്ലാ പ്രഷറും കളഞ്ഞതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാലും കുക്കിംഗ് പഠിച്ചു വരുന്ന ആരെങ്കിലും ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം ഞാനിവിടെ പറയുന്നത്. കണ്ടില്ലേ, 5 വിസിൽ കൊണ്ട് തന്നെ കടല നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വേവൊക്കെ കറക്റ്റായിട്ടാണുള്ളത്. ഇനി ഈ ഒരു ടൈമിൽ ഈ കറിൻ്റെ ഉപ്പും കൂടി നോക്കാവുന്നതാണ്. അതിനുശേഷം ഞാനിത് കുറച്ച് കടല ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. കറിക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ കൂടി ചേർക്കുന്നുണ്ട്. നല്ല കട്ടിയായി അരച്ചെടുത്ത തേങ്ങാപ്പാലാണ്. പിന്നെ നിങ്ങൾക്ക് എത്രയോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവിൽ മാറ്റം വരുത്താവുന്നതുമാണ്. ഇനി ഒരു കടായി എടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ ഈ കാണുന്ന കുറച്ച് കറിവേപ്പില, പിന്നെ 2-3 വറ്റൽമുളക്, കുഞ്ഞുള്ളി, ഒരു 3-4 കുഞ്ഞുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായി ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. ഇനി ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ അത് ഓഫ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ച കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി കറിയിലേക്ക് അല്പം മല്ലിയിലയും 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്തത് കൊണ്ട് തന്നെ അധികമായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഈ ഒരു കറി ഞാൻ വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കുക. ചപ്പാത്തി, പൂരി, പുട്ട് ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. അതുമാത്രമല്ല കുട്ടികൾക്കൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും. കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയാണ് ഈ ഒരു കറി ഉള്ളത്. ദോശയുടെ കൂടെ കഴിക്കാനാണ് ഞാനിവിടെ ഈ കറി റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.